അതെ, നമ്മുടെ ആധാർ കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഐഡന്റിറ്റി അല്ലേ. നമ്മൾ ആധാർ കാർഡ് എവിടെ വേണമെങ്കിലും എന്ത് കാര്യങ്ങൾക്കും വേണം ആധാർ കാർഡ് നിർബന്ധമാണ്. അപ്പോൾ നമുക്ക് ഈ ആധാർ കാർഡ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതെങ്ങനെ ഡൗൺലോഡ് ചെയ്തപ്പോൾ നമുക്ക് അതിൻ്റെ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്തെടുക്കണം. ആധാർ കാർഡിൻ്റെ കോപ്പി ഉണ്ടെങ്കിൽ നമുക്കത് ആ ആധാർ കാർഡ് നമ്പർ ഓർമ്മ ഉണ്ടെങ്കിൽ ആ നമ്പർ വെച്ചിട്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇനി അതല്ല, ആധാർ കാർഡിൻ്റെ നമ്പറും ഇല്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ മൊബൈലുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്, ആ ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന ആധാർ കാർഡ് നമ്പർ വെച്ചിട്ട് എങ്ങനെ നമുക്ക് ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്യാം എന്നാണ് കേട്ടോ. ഇനി ആധാർ കാർഡ് നമ്പർ ഇല്ലാത്ത ആളുകൾ മൊബൈൽ നമ്പർ വെച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കതൊരു മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടാം, നമുക്കത് മറ്റൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ നമുക്കതെങ്ങനെ ആധാർ കാർഡ് നമ്പർ വെച്ച് ആധാർ കാർഡ് എങ്ങനെ സൈറ്റിൽ കയറിയിട്ട് ഡൗൺലോഡ് ചെയ്യാം എന്ന് നമുക്ക് നോക്കിയിട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് മൊബൈലിലാണെങ്കിലും ശരി കമ്പ്യൂട്ടറിലാണെങ്കിലും ശരി നമുക്ക് ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ എടുത്ത് മൈ ആധാർ എന്ന ഒഫീഷ്യൽ സൈറ്റിലേക്ക് വരും കേട്ടോ. സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിൽ സൈറ്റ് ഓപ്പൺ ആയിട്ട് വരും. അങ്ങനെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ താഴോട്ട് നിന്ന് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഡൗൺലോഡ് ആധാർ എന്ന് കാണിക്കുന്നുണ്ട് കണ്ടോ. ഇവിടെ ഫസ്റ്റ് തന്നെ ഡൗൺലോഡ് ആധാർ എന്നുണ്ട്, അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇതേ മെത്തേഡ് തന്നെയാണ് കേട്ടോ, മൊബൈലിൽ ചെയ്യുകയാണെങ്കിലും ഇതേ മെത്തേഡ് തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ ആധാർ കാർഡ് നമ്പർ വെച്ചിട്ടാണ്, നമ്മൾ ആധാർ കാർഡിൻ്റെ നമ്പർ വെച്ചിട്ടാണ് ഇപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ആധാർ കാർഡിൻ്റെ നമ്പർ ആദ്യം ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, ഇവിടെ ഈ ക്യാപ്ച ഇവിടെ അടിച്ചു കൊടുക്കുക. അതിനുശേഷം സെൻഡ് OTP എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ OTP സെൻഡ് ആവും. അപ്പോൾ നമ്മൾ ഏത് മൊബൈലിലാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലേക്ക് OTP വരും. ആ OTP നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വെരിഫൈ ആൻഡ് ഡൗൺലോഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക കേട്ടോ. സ്വല്പം ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ആധാർ കാർഡ് ഇവിടെ ഡൗൺലോഡായി വരും കേട്ടോ. അപ്പോൾ നമ്മൾ ആധാർ കാർഡ് ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പോൾ ഇവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട് കേട്ടോ. ഇവിടെ കാണാനുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാം PDF ഡൗൺലോഡ് ആയിട്ട്. അപ്പോൾ ഇവിടെ നമുക്കതിന് എക്സാമ്പിൾ കാണിച്ചു തരുന്നുണ്ട്. ഇപ്പോൾ നമ്മളത് പാസ്വേഡ് ഇട്ട് പ്രൊട്ടക്റ്റ് ആയിരിക്കും. നമ്മൾ ഓപ്പൺ ആക്കാൻ ശ്രമിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓപ്പൺ ആവില്ല, പാസ്വേഡ് അടിച്ചു കൊടുത്താലും ഓപ്പൺ ആവും. അപ്പോൾ അതിൻ്റെ പാസ്വേഡിൻ്റെ ഒരു രൂപം ഇവിടെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ സൈറ്റിൽ തന്നെ. ഇവിടെ കണ്ടോ, നമ്മൾ അനീഷ് കുമാർ എന്നാണ് നമ്മുടെ പേര് എങ്കിൽ അനീഷ് 4 അക്ഷരം പഴയ നമ്മുടെ പേരിൻ്റെ 4 ഫസ്റ്റിൽ ക്യാപിറ്റൽ 4 ക്യാപിറ്റൽ ലെറ്ററും നമ്മളെ എന്താണോ ഡേറ്റ് ഓഫ് ബർത്ത് ആ വർഷം ഇവിടെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാലാണ് ഇപ്പോൾ ഇത് ഓപ്പൺ ആയിട്ട് വരിക കേട്ടോ. അപ്പോൾ അത്തരത്തിലാണ് ഈ ആധാർ കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കുക. ഓക്കെ.